ആരുടെയോ തോന്നലോ അവരുടെ ജീവിതകഥയിൽ അടിക്കുറിപ്പോ ആയി ഒതുങ്ങേണ്ടവളല്ല താനെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിയ ജീവിതം. അതിൻ്റെ ദുർഘടവും ആയാസവുമായി യാത്ര തുറന്നു പറയുകയാണ് അഭിനേത്രി, ആക്ടിവിസ്റ്റ് എന്നീ നിലകളിൽ ഏറെ പ്രശസ്തയായ ജോളി ചെറിയത്ത്. വലിയൊരു കാലയളവിന് ശേഷം താൻ ഏറെ നാൾ ജീവിച്ച UAE ഒരു സന്ദർശകയായി എത്തിയ വേളയിൽ നടന്ന റൂമി കൂടിയിരിപ്പിലെ സംഭാഷണത്തിലേക്ക് ക്ഷണിക്കുന്നു ഏവരെയും. മനുഷ്യർക്ക് എല്ലാവർക്കും കഥകളുണ്ട്, ഓരോന്നിനും ഓരോ കഥകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കും ഒരു കഥയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സദസ്സ് രൂപപ്പെടുകയും ഞാൻ എന്നെ കേൾക്കണം എന്ന് പറയുന്നതിനകത്ത് ഒരു കഥ കേൾക്കൽ മാത്രമല്ല, അതിന് രൂപപ്പെടുന്നത് എൻ്റെ ജേണി പോലും അല്ല. ജേണിയുടെ എൻഡിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമായിട്ടാണ് ഞാൻ അതിന് എന്തെന്ന് പറയാനില്ല. മേ ബി ഓൺ ഗോയിങ് പ്രോസസ്സിനകത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ആർക്കും അത് ഇംപ്രസിംഗ് ആയി തോന്നുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ എവിടെയോ ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യന്, ഒരു സംഭവത്തിന് നമുക്ക് ഇംപ്രസിംഗ് ആയി തോന്നുന്ന ഒരു നിമിഷത്തിൽ നമ്മൾ അത് കേൾക്കാമെന്ന് തയ്യാറാവുന്നു, മനസ്സിലാക്കാൻ തയ്യാറാവുന്നു. അത് ഇവിടെ സംഭവിക്കുന്നുള്ളൂ. കാരണം നമ്മൾ അല്ലാത്തൊരു സമയവും ഉണ്ടാവുമല്ലോ. ഈ സമയത്തൊക്കെ നമ്മൾ എത്ര പേര് നമ്മളൊപ്പം ഉള്ളവരും നമുക്ക് ഒപ്പം ഇല്ലാത്തവരും കേൾക്കാൻ തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ പ്രത്യേക ചില ആളുകളെ കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്, വേദന ഉണ്ടാക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിനകത്തൊരു സോഷ്യൽ പ്രിവിലേജിന്റെ അംശം അപ്പൊ വരുന്നുണ്ട്, ഒരു സോഷ്യൽ ക്യാപിറ്റലിന്റെ അംശം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കാൻ തയ്യാറാവുന്നത് ആരെന്നുള്ളതാണ്. ഞാൻ ഇന്നലത്തിൽ നിന്നൊന്നും മാറിയിട്ടില്ല. എല്ലാവരും ഓൺ ബിക്കമിങ് പ്രോസസ്സിലാണ്. നമ്മളൊക്കെ എല്ലാം ആയിത്തീരലാണ്. അത് പുറകോട്ടും മുന്നോട്ടൊക്കെ ഉണ്ടാവും അതിനകത്ത്. ഈ ആയിത്തീരൽ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാനൊരു ക്രിമിനൽ ആയിത്തീരുന്നു, ഞാനൊരു നടിയായിത്തീരുന്നു, അല്ലെങ്കിൽ ഞാനൊരു പ്രഭാഷകയായിത്തീരുന്നു. ഇത് ഓരോ വ്യക്തിയിൽ ഈ ആയിത്തീരൽ ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് എന്താണോ വേണ്ടത് അതിനെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്ന മൊമെന്റുകൾ. അത് ഇവിടെ നടന്നിട്ടുള്ളൂ നമ്മുടെയൊക്കെ കാര്യത്തിൽ. പക്ഷെ നമ്മൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആയിത്തീരുന്നുള്ളതെല്ലാം അൺസർട്ടൺ ആണ്. അപ്പൊ എനിക്ക് ഇവിടുത്തെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലാവരെ പോലെ തന്നെ സർവൈവൽ ആയിട്ടാണ്. ഞാൻ 27-ാം വയസ്സിൽ വരുന്നത്. എൻ്റെ ഒരു സർവൈവൽ ഇഷ്യൂന്റെ, ഏത് മനുഷ്യനും പ്രവാസം തിരഞ്ഞെടുക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ആരും ജോലി പോലും തിരഞ്ഞെടുക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയല്ല, സർവൈവലാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 27-ാം വയസ്സിൽ ഞാൻ ഇവിടെ വരുന്നു. പക്ഷെ 27-ാം വയസ്സിൽ ഞാൻ ഇവിടെ വരുമ്പോ എൻ്റെ വ്യക്തിത്വം ആയിക്കോട്ടെ, എൻ്റെ പെർസ്പെക്റ്റീവ്സ് ആയിക്കോട്ടെ, എൻ്റെ സ്വപ്നങ്ങളായിക്കോട്ടെ, അതെല്ലാം വേറെ തന്നെയായിരുന്നു. അതിന്റെ കൗതുകവും അതിന്റെ ആഹ്ലാദവും അതിന്റെ തേടലും ഒക്കെ വേറെ തന്നെയായിരുന്നു. ഇത്രയും ഒരു ദീർഘകാലത്തിന് ശേഷം, ഒരു 27 വർഷത്തിന് ശേഷം പിന്നെ ഞാൻ ഇതേ സ്പേസിൽ വരുമ്പോ എനിക്ക് അത് തന്നെയാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഭയങ്കര സമ്മിശ്രമായൊരു സാധനമാണ്. ഒന്നും തന്നെ ഞാൻ അന്ന് ജോലി തേടി, ജീവിതം തേടി, എന്തൊക്കെയോ തേടി വന്ന ഒരാളിൽ നിന്ന് മാറി അതെല്ലാം കിട്ടിയിരുന്നു. അല്ലെങ്കിൽ ഏതൊരു സാമാന്യ മനുഷ്യനും ഉള്ള ആഗ്രഹം പോലെ കുടുംബം പച്ച പിടിപ്പിക്കുക എന്നുള്ള ഒരു സാധനത്തിൽ നിന്നിട്ട് ഇപ്പൊ ആ ജോലി അവിടെ നിൽക്കുന്നു എന്ന് അന്വേഷിക്കുമ്പോ എനിക്ക് അതിനകത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന് മാത്രമല്ല, എനിക്ക് ചിലപ്പോ എവിടെയോ ഒരു ചങ്കില് കൊളുത്തുന്ന ഒരു വേദനയുണ്ട്. കാരണം ഒന്ന് ഈ സ്പേസ് എന്ന് പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും സ്പേസ് കണക്ട് ചെയ്യുന്നത് ഓർമ്മകളുമായിട്ടാണ്. നമ്മൾ എല്ലാ വസ്തുക്കളെയും നമ്മൾ ഓർമ്മകളായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആ ഓർമ്മ എന്ന് പറയുമ്പോൾ അതൊരു അനുഭവം ഉണ്ടാക്കി തന്ന ഒരു പാസ്റ്റാണ് അത്. ഓർമ്മ എന്ന് പറയുന്നത് അവിടെ സംഭവിച്ചു കഴിഞ്ഞ ഒന്നാണ് ഈ ഒരു ഓർമ്മ. അപ്പൊ ഇവിടെ ഞാൻ വരുമ്പോ എല്ലാ സ്പേസും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയായി സംഭവിച്ചു കഴിഞ്ഞത് ഒരുപാട് ഓർമ്മകളുടെ ഒരു കലവറിയാണത്. അത് എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ എൻ്റെ മക്കളുടെ ഏറ്റവും നല്ല കുട്ടിക്കാലം ഇതാണ്, അവരുടെ ബാല്യവും കൗമാരവും. അത് പക്ഷെ ഞാൻ അവിടെ നമ്മളൊരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അമ്മയാവാൻ പറ്റിയിട്ടുണ്ടോ? ഭയങ്കര പെയിൻഫുൾ ആണ് അത്. എനിക്ക് അറിഞ്ഞൂടാ. അത് എൻ്റെ പേഴ്സണൽ ലെവലിലുള്ള എൻ്റെ ഒരു അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് അതിനുള്ള ടൈം അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മൾ പാരന്റിങ്ങിനെ കുറിച്ച് അറിയുമ്പോൾ, പാരന്റിങ്ങിന്റെ ഒരു ഉത്തരവാദിത്തത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ, ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന്. അപ്പൊ അതിന് നമ്മളെ മാത്രം ഒരു കുറ്റക്കാരമല്ല. കാരണം നമുക്ക് ഈ സർവൈവലാണ് മെയിൻ നിൽക്കുന്നതിന്റെ പുറത്ത് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ
അങ്ങനെയാണ് നമുക്കെന്ന് പറഞ്ഞാൽ ഈ വയലൻസിനെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇന്നാണ് നമുക്ക് ഇരിക്കട എന്ന് പറയുന്നതിൽ പോലും അധികാരമുണ്ട്, വയലൻസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നത്. പക്ഷെ നമ്മൾ എല്ലാ കാലത്തും വയലൻസ് അനുഭവിച്ചാണ് വളർന്നത്, ഇമോഷണൽ വയലൻസ് അനുഭവിച്ചാണ് വളർന്നത്. അതെല്ലാം നമുക്ക് ശരിയായിരുന്നില്ല. അപ്പൊ നമ്മൾ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ മുതിർന്ന ഒരാൾ തലയ്ക്ക് കൊട്ടിയാലും നമ്മളത് വിചാരിക്കാതെ സ്വാഭാവികമാണ്, അത് അവര് നമ്മളെ കറക്റ്റ് ചെയ്യാൻ ചെയ്യുന്ന എന്തോ കാര്യമാണ്. അതിനകത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല അടി വാങ്ങുന്നതില്. അപ്പൊ അങ്ങനെ വയലൻസിനെ എക്സ്പീരിയൻസ് ചെയ്ത് വളരെ കൃത്യമായിട്ടും അതൊരു ശരിയാണെന്നും അതിലൊരു തെറ്റുണ്ടെന്ന് പോലും തോന്നാത്ത മനുഷ്യരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തലമുറയാണ് നമ്മൾ. അപ്പൊ അതിന്റെ തന്നെ റിഫ്ലക്ഷൻസ് നമ്മൾ കുട്ടികളെ വളർത്തിയല്ലുണ്ട്. കാരണം അവർ കേൾക്കാന്നുള്ളതില്ല, അവര് വ്യക്തിയാണെന്നുള്ള ബോധം നമുക്കില്ല. എപ്പോഴും കുട്ടി തന്നെയാണ്. കുട്ടി നമ്മളെക്കാളും ഏതർത്ഥത്തിലും നമ്മുടെ അധികാരത്തിന്റെ പരിധിയിലുള്ളതാണ്, നമ്മളെക്കാളും ലെസ്സായിട്ട് തന്നെ നമ്മൾ കണക്കാക്കിയിരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങൾ എനിക്ക് ഇപ്പൊ ഉണ്ട്. ഞാൻ അവരെ കേട്ടില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സമയം കൊടുത്തിരുന്നില്ലല്ലോ. ഇതൊക്കെയാണ് എന്റെ ഇവിടെ വന്നപ്പോഴുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നെ ഇമോഷണലി ഹേർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഇങ്ങനെയും കൂടെ ഒരു പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വളർന്ന സാഹചര്യത്തിന്റെ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കിയ സാഹചര്യത്തിന്റെ, നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സ്പേസുകളും ടൈമുകളുടെയും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതല്ലാതെ എനിക്ക് ഇവിടെ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ ദീർഘകാലം എൻ്റെ ഏറ്റവും പ്രൈം ടൈമാണ്, 16 വർഷമാണ് ഞാൻ ഗൾഫില്. പക്ഷെ എനിക്ക് അപ്പോഴുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും നല്ല സൗഹൃദങ്ങൾ ഉണ്ടായത് ഇവിടുന്ന. നല്ല മനുഷ്യരെ ഞാൻ കാണുന്നു, പല വിധത്തിലുള്ള മനുഷ്യരെ കാണുന്നു. ആ മനുഷ്യരായിട്ടുള്ള ഒരു നൈരന്തര്യം കീപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ വലിയ കാര്യമാണ് നമുക്ക്. കാരണം മനുഷ്യർ ഏതെങ്കിലും ഘട്ടത്തിൽ സൗഹൃദങ്ങളറ്റു പോവും, ബന്ധങ്ങളറ്റു പോവും, പ്രണയറ്റു പോവും, അല്ല എല്ലാം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതല്ലാതെയും സൗഹൃദങ്ങൾ അതങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അതിപ്പോഴും ഉണ്ട്. ഇവിടെ വരുമ്പോഴും നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, നമ്മളൊക്കെ ഫേസ്ബുക്കിൽ കാണുന്നു, ഇതിനകത്ത് കുറച്ച് പേരെയാണ് ഞാൻ നേരിട്ട് അറിയുന്ന ആളുകൾ. പക്ഷെ അങ്ങനെ ഒരു ചില മനുഷ്യരുടെ ഉള്ളിൽ ഞാൻ ഉണ്ട് എന്നുള്ളതിന്റെയും കൂടി തെളിവാണല്ലോ. ആഫ്റ്റർ ഓൾ അത് വേണം, ജോലിക്ക് അങ്ങനെ ഒരു സ്പേസ് കൊടുക്കാൻ, ജോലി ചേച്ചിക്ക് അങ്ങനെ ഒരു സ്പേസ് വേണം എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് കൂടുതൽ മനുഷ്യരെ കുറിച്ചും അവസ്ഥകളെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷകളൊക്കെ തരും. കാരണം മനുഷ്യർക്ക് ഇതൊക്കെ വേണം. നമ്മൾ സാമൂഹ്യ ജീവിയാണ്, അല്ലെ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും കൂടുതൽ അപകടം ചെയ്യുന്ന ഈ കാലത്ത് മോട്ടിവേഷണൽ സ്പീച്ചേഴ്സ് ആണെന്ന് തോന്നുന്നു. കാരണം മനുഷ്യന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരാളല്ല. എന്തിനാണാവോ അവരിങ്ങനെ മോട്ടിവേഷണൽ ആയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര പറ്റിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരു മനുഷ്യനും അത് പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി അങ്ങനെ അത് പറ്റണമെങ്കിൽ തന്നെ മനുഷ്യൻ എന്ന രീതിയിൽ അവന്റെ ജീവിതത്തിന് അവൻ മുഴുവൻ അറിഞ്ഞു മറികടക്കണം. സപ്രസ് ചെയ്ത് മറികടക്കാൻ ആർക്കും പറ്റില്ല. നമ്മളോട് ഇവർ പറയുന്നത് നിങ്ങളുടെ മനുഷ്യാവസ്ഥകളെ സപ്രസ് ചെയ്ത് മറികടക്കാനാണ്. കാരണം അങ്ങനത്തെ ഒരു സോഷ്യൽ സെറ്റപ്പാണോ നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി കൃത്യമായിട്ട് അറിഞ്ഞ് അനുഭവിച്ച് ഓരോ ഘട്ടത്തിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള സാമൂഹ്യ സാഹചര്യം ഇല്ലാത്തടത്താണ് നമ്മളോട് ഇത് പറയാം. അപ്പൊ അതെനിക്ക് ഒരു തരം വയലൻസാ, നമ്മളെ സപ്രഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരുമാതിരി മനോരോഗികളാക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ പൊതുവെ ഞാൻ കണക്കാക്കുന്നത്. നോസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് അപ്പോഴും ഒരു ഉണ്ട് ഉറങ്ങാൻ കഴിവുള്ളവന് മാത്രം സാധ്യമാവുന്നതാണ്. എന്തെങ്കിലും മിസ് ചെയ്യണമല്ലോ ജീവിതത്തിൽ, ആദ്യമായി കിട്ടുന്നവന് അതാണ് നോസ്റ്റാൾജി. അപ്പൊ മിസ് ചെയ്യാനുള്ളതും കൂടി ഒരു നോസ്റ്റാൾജിയാണ്. അതൊന്നും ആരുടെയും കുഴപ്പമൊന്നുമല്ലോ. ഞാൻ പറഞ്ഞാൽ അവിടെ നിന്ന് വരുമ്പോ എനിക്കാണ് അത് ഒരു പെണ്ണിന്റെയും ആണിന്റെയും പ്രശ്നങ്ങൾ, അതല്ല പ്രശ്നമായിട്ടല്ല, അതിൽ വ്യത്യാസമുണ്ട്. നിങ്ങളെ ഗൃഹാതുരത്വത്തെ അനുഭവിക്കുന്നതിൽ എനിക്ക് ഓണം എന്ന് പറയുന്നത് ഒരു പുരുഷൻ ഓണത്തിന് അനുഭവിക്കുന്ന വിധങ്ങൾ പറയുന്ന പോലെ എനിക്കൊരു തേങ്ങയും തോന്നാറില്ല. കാരണം ഞങ്ങൾ ഈ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കൊണ്ടുപോരാന്നല്ലാതെ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രത്യേകതയും തോന്നിയിട്ടില്ല. അപ്പൊ ആണുങ്ങൾ ഇതിങ്ങനെ കുത്തിരുന്നു, അമ്മ ആ കറി മറ്റേ കറി മറിച്ചേ കറി എന്ന് പറയുമ്പോൾ ഞാനിത് എന്ത് തേങ്ങയാണിത്, നമുക്കത് വെറും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഒരു ദിവസത്തിന്റെ നല്ല ഭാഗം അടുക്കളയിൽ പോകാം, എക്സ്ട്രാ എഫേർട്ടാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ആഘോഷങ്ങളും സ്ത്രീകളെ സംബന്ധിച്ച് അത്ര തന്നെയായിരിക്കും, ഓരോന്നുമില്ല. അപ്പൊ എനിക്കതിനെ കുറിച്ച് നോക്കുമ്പോ അതാ ഞാൻ പറയാം, സ്ത്രീ അനുഭവം എന്ന് പറഞ്ഞത് വേറെ തന്നെയാണ്, അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു മനുഷ്യന്റെ നൊസ്റ്റാൾജിയ വേറെ തന്നെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ നിന്ന് വരുമ്പോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുള്ള ഒരിടം, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് എന്റെ അമ്മ. അതുകൊണ്ട് എനിക്ക് വീട് ഏറ്റവും ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ട മനുഷ്യരുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നല്ല ഇടം, നല്ല സ്ഥലം, നല്ല അനുഭവങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് കേരളമാണ് എനിക്ക് ആകെ പരിചിതമായ ഒരു സ്ഥലം. കേരളത്തിലാണ് എന്റെ സുഹൃത്തുക്കള്. അത് ഇവിടെ തിരിച്ചു വരുമ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ പരിചയമുള്ള ഒരാളെന്ന് ബാലു മാത്രമേ ഉള്ളൂ.
പിന്നെ ഈ ഭൂപ്രകൃതിയിലെ തന്നെ വ്യത്യാസമുണ്ട്, കാഴ്ചയിൽ തന്നെ. ഇവിടുത്തെ ഭൂപ്രകൃതി നരച്ച് അന്നെന്നൊക്കെ പറഞ്ഞ ഇത്രയ്ക്കൊന്നുമില്ല, ഭയങ്കര വിജനതയാണ്. ഒരു ചാര നിറത്തില് ആകാശവും മണ്ണും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് ഇറങ്ങി ഇങ്ങോട്ട് പുറത്ത് എയർപോർട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോ ഒരു പച്ചപ്പും ഇല്ലാണ്ട്, അത് മാത്രല്ല കണ്ണിലെ ഒരു മറവില്ലല്ലോ. നമ്മളവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം 300 മീറ്ററിലേക്ക് കിട്ടും. അപ്പോഴേക്കും എന്തായാലും വാഴയോ മരോ തെങ്ങോ ഒക്കെ ആയിട്ട് നമ്മളെ കാഴ്ച മറയുന്നുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ കേടുക. അപ്പൊ അതൊരു അസ്വസ്ഥത ഉണ്ടാക്കി എനിക്ക്. അപ്പൊ ഞാൻ ആദ്യം തന്നെ എനിക്കൊരു എന്തോ പക്ഷെ ഒരു മദേഴ്സ് ബ്ലൂല് പോണ മാതിരത്തെ ഒരു അങ്ങനത്തെ ഒരു മൊമെന്റ് ആണ് കിട്ടുന്നത്. ഓ, ഒരു സുഖമില്ലല്ലോ, ഒരു പച്ചപ്പില്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ. പിന്നെ ഞാൻ അന്ന് വിസിറ്റിലാണ് വരുന്നത്, 1 മാസത്തെ വിസിറ്റിലാണ് വരുന്നത്. തിരിച്ചു പോകണം, അവിടെ കുറെ പദ്ധതികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണല്ലോ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മള് 16 വർഷം കഴിഞ്ഞ്, 16 വർഷം എന്ന് പറയുമ്പോൾ ദീർഘമായ ഒരു കാലമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യ ജീവിതത്തിലെ പ്രൈം ടൈമുകളാണ്. 42 വയസ്സിലാണ് പിന്നെ തിരിച്ചു പോണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്ന ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്. അവിടെ എത്തുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര സഫോക്കേഷനാ. ഏറ്റവും ചെറുതായിട്ട് കാണിച്ചാൽ നമ്മുടെ ഒരു കംഫർട്ട് സോൺ തന്നെ എടുക്കുക. പുറത്തിറങ്ങി 5 മിനിറ്റ് കാറ്റ് കൊള്ളുക എന്ന് പറഞ്ഞത് പോലും നമുക്ക് ഒരു 10 കൊതുകിന്റെ കടി കൊള്ളാതെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, എറണാകുളം പോലെയുള്ള ഒരു സ്ഥലത്ത്. അപ്പൊ ഏറ്റവും ബേസിക് സാധനമാണ് നമുക്കൊന്ന് ആകാശം നോക്കി 5 മിനിറ്റ് 10 മിനിറ്റ് നിൽക്കാന്ന് പറയുന്നത്. അതിന് പോലും നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സാമൂഹ്യ ജീവിതത്തിന്റെ കാര്യം അങ്ങോട്ട് പറയേ വേണ്ട. കാരണം അവിടെയുള്ള മനുഷ്യര് ഇപ്പോഴും ഏതോ ഒരു ഗോത്രീയ സ്വഭാവത്തിൽ തന്നെയാണ്. 9 മണിക്ക് പുറത്തിറങ്ങുക, 7 മണിക്ക് വീട്ടിലടയുക, വേഗം വാതിലടച്ച് കുറ്റിയിടുക, 7:30 8 മണിയുടെ വാർത്ത കേൾക്കുക, കഞ്ഞി കുടിക്കുക, കിടന്നുറങ്ങുക. ഇതിലപ്പുറത്തുള്ളൊരു സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും ആകുലതകളുള്ള മനുഷ്യരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേരളീയ സമൂഹത്തിന്. ആഹ്ലാദവും ഇല്ല, കലാപവും ഇല്ലാത്ത മനുഷ്യര്. സത്യത്തിൽ അങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് കേരളീയരെ കുറിച്ച്. എല്ലാത്തിലും അവർ ഈസിലി പരുവപ്പെട്ടോളൂ. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവമേ, സാമൂഹ്യ ജീവിതം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതൊരു മതഭരണകൂടം നിലനിൽക്കുന്ന ഒരിടത്തിൽ നിന്നാണല്ലോ ഞാനത് മനസ്സിലാക്കി എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവുന്നുണ്ട് എനിക്ക്. എന്തൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഇപ്പൊ അവസാനം വരുമ്പോൾ നമ്മളവിടെ ഒരാഴ്ച മുമ്പെങ്കിലും ഒരു പ്രൊട്ടസ്റ്റ്, ഒരു ഇൻസ്റ്റന്റ് പ്രൊട്ടസ്റ്റ് നമുക്ക് അവിടെ പറ്റില്ല. എനിക്ക് മനസ്സിലായത് നമുക്ക് എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിനോട് നമ്മൾ പെർമിഷൻ ചോദിക്കണം. അവിടെ അത് തന്നെയാണ് നടക്കുന്നത്. ജനാധിപത്യ ഭരണകൂടത്തിനകത്തും ഇൻസ്റ്റന്റ് പ്രൊട്ടസ്റ്റ് ഒന്നും നിങ്ങൾക്ക് പറ്റില്ല. ഒരാഴ്ച മുന്നേ തന്നെ നിങ്ങൾ പെർമിഷൻ എടുത്തിരിക്കണം. അപ്പൊ എന്ത് വ്യത്യാസമുള്ളത്? അപ്പൊ എന്നെ സംബന്ധിച്ച് സ്ത്രീ എന്നുള്ള രീതിയിൽ എന്റെ സാമൂഹ്യ ജീവിതം അങ്ങേറ്റം ചുരുങ്ങിപ്പോയ ഒരിടാണ്. എനിക്ക് ഇവിടെ സ്വാഭാവികമായി ചെയ്യാവുന്ന എന്റെ ബെയർ മിനിമം സാധനങ്ങളെ ഞാൻ അവിടെ തല്ല് പിടിച്ച് അച്ചീവ് ചെയ്യണം. ഇതാണ് എന്നെ സംബന്ധിച്ച് ഗൾഫ് പിന്നെ എന്നിലേക്ക് തിരിച്ച് എനിക്ക് ഇവിടെ വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം നമുക്കൊരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ ഞാനൊരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടൊന്നും ജീവിക്കാനും അങ്ങനെ എന്നിലൊരു ഭാരിച്ച ഉത്തരവാദിത്വം ഉണ്ടെന്ന് വിചാരിച്ചൊന്നും വന്ന ഒരാളല്ല. നമ്മളൊരു ബെയർ മിനിമം സാധനം ഇതാണല്ലോ എന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണ് അത് വേണം എന്നുള്ള ഡിമാൻഡ് വരുന്നത്. അതിന് ഏത് നിമിഷം അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പൊ അതൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ അതൊരു ഗതികെട്ട അവസ്ഥയായിട്ട് തോന്നുന്നു. എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്കൊരു ശരീരം ലഗേജ് അല്ലാതെ, എനിക്ക് രാവും പകലും നോക്കാതെ, മനുഷ്യനെ പേടിക്കാതെ, എന്റെ സഹജീവികളെ പേടിക്കാതെ എനിക്ക് ഇവിടെ മൂവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ കാര്യം. എന്നെ ജീവിതത്തില് ഓക്കെ, നാളെ ഇവിടെ യുദ്ധം ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുക, അല്ലെ എവിടെ ഉണ്ടാവാതെ, പക്ഷെ ആ ജീവിക്കുന്ന നിമിഷത്തില് എനിക്ക് അത്രയെങ്കിലും ബ്രീത്തിങ് സ്പേസ് വേണം എന്നുള്ളതാണ്. അത് അവിടെ ഇല്ല എന്നുള്ളതാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പൊ എനിക്കിപ്പോഴും കേരള ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഒട്ടും നൊസ്റ്റാൾജിയ തരുന്ന ഒരു സ്ഥലമല്ല. അതായത് നമ്മൾ ഗൃഹാതുരത്വം എന്ന് പറയുമ്പോൾ എപ്പോഴും സന്തോഷമുള്ള ഒരു അനുഭവമായിട്ട്, മറിച്ച് എന്നെ സംബന്ധിച്ച് അതൊരു വേദനിക്കുന്ന അനുഭവമായിട്ട് പലതും ഉണ്ട് അവിടെ. പിന്നെ അതിനകത്തും വളരെ കുറച്ച് മനുഷ്യരെയാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പറയും വൈവിധ്യങ്ങളുടെ ഒരു മേളനാണ് ലോകം. വൈവിധ്യങ്ങളുടെ മേളനല്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് പോലും സെയിം വൈബ് ഉണ്ടോന്നാണ്. നമ്മുടെ ട്രൈബാണെന്ന് ഉറപ്പാക്കിയിട്ട് തന്നെ നമ്മൾ ഈ കൂട്ടത്തെ ഉണ്ടാക്കുന്നത്. വെറുതെ പറയാണ് നമ്മളെല്ലാം വൈവിധ്യങ്ങളെയാണ് സംശയം. ഒരു തേങ്ങയില്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ അക്കോമഡേറ്റ് ചെയ്യാനേ പറ്റൂല. നമ്മൾ സെയിം വൈബ് ഉണ്ടോ, വേവ് ലെങ്ത് ഉണ്ടോ, മൈൻഡ് സെറ്റ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ സ്ക്രൂ ഇട്ട് നോക്കിയിട്ടൊക്കെ വന്നിരിക്കുന്നവരാ. മിനിമം അത് ഉറപ്പാക്കിയിട്ട് വന്നിരിക്കുന്നവരാ. അപ്പൊ അവിടെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മള് ഷാറ്റേഡാ, നമ്മളുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 2 ആളുണ്ടെങ്കിൽ പിന്നെ 2 ആള് കിടക്കുന്നത് തിരുവനന്തപുരത്തായിരിക്കും. അപ്പൊ ഇങ്ങനെ കൂടുക എന്നുള്ള സ്പേസ് വൈസ്, അതാ ഞാൻ പറഞ്ഞത്.
ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ അബുദാബിയിൽ നിന്ന് ഒരാൾക്ക് ഇവിടെ 1 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. പക്ഷെ എറണാകുളത്തുള്ള ഒരാൾക്ക് അവിടെ എത്തണമെങ്കിൽ, തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ നിങ്ങൾ 5-6 മണിക്കൂർ തന്നെ സ്പെൻഡ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ അതിന്റെ പുറത്ത് മെട്രോ റെയിൽ വരണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. അത് ഞാൻ പറയില്ല, അത് വേറെ തന്നെ ചർച്ച ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കുറെ വ്യത്യാസങ്ങളുണ്ട്. സോഷ്യൽ ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ സ്ത്രീയുടെ ഒരു അനുഭവം എന്നുള്ള രീതിയിൽ എനിക്ക് കേരളത്തെ മിസ് ചെയ്യുന്നില്ല. മറിച്ച് അത് എന്നെ ഒരുപാട് വേദനിപ്പിച്ച സ്പേസ് ആണത്. എന്റെ മനുഷ്യാസ്തിത്വത്തിന്, സ്ത്രീ എന്നുള്ളത് പോട്ടെ, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒക്കെ ഭയങ്കര വേദന തന്നൊരു ഇടങ്ങളാണ് ഇപ്പൊ അത് ആലോചിക്കുമ്പോ. ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാര് മിസ് ചെയ്യുമ്പോൾ ആ ഒരു മിസ്സിങ് പോയിന്റ് അല്ലാതെ മറ്റൊന്നും എനിക്ക് എന്നെത്തുന്നു. ചിലപ്പോ അത് അങ്ങനെ ആയതുകൊണ്ടും കൂടി ആയിരിക്കും ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ തയ്യാറാവണത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ഞാൻ നിർബന്ധിതയാവണത്. അല്ലെങ്കിൽ എനിക്ക് എന്താ പ്രത്യേകിച്ച്, എനിക്ക് അതിനോട് റിവോൾട്ട് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചിന്തിക്കണ്ടല്ലോ. ഏതൊരു സമയത്തുള്ള ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. കാരണം എനിക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്നാണ് എനിക്ക് ആകെ, എൻ്റെ മനസ്സിൽ ആകെ ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് നമ്മുടെ ഡിഗ്രി എങ്ങനെയും കഴിയണം. അത് മാത്രമല്ല, ഞാൻ ട്യൂഷൻ എടുത്തിട്ട് പഠിച്ചിരുന്ന ഒരാളാ 10th കഴിഞ്ഞപ്പോ മുതല്. 10th തന്നെ പഠിപ്പ് നിർത്തിക്കോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ഫാമിലി എല്ലാവരും. പക്ഷെ അതിനുള്ള സാഹചര്യം ഇല്ല. പിന്നെ അത്രയും എഫേർട്ട് എടുത്ത ഒരു പെൺകുട്ടീനെ പഠിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അത്യാവശ്യം മിടുക്കിയായിട്ട് പഠിക്കുന്ന ഒരാളാണ്, അത് സമ്മതിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെ പറ്റില്ല, ഞാൻ അത്രയും നന്നായി പഠിച്ചിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ പുറത്ത് നമ്മള് ട്യൂഷൻ എടുത്തിട്ടാണ് ഡിഗ്രി വരെ പഠിക്കുന്നത്. അതിനിടയിൽ ഡിഗ്രി 2nd ഇയർ മിഡ് വേയിലാണ് കല്യാണമൊക്കെ കഴിയുന്നത്. അപ്പൊ എൻ്റെ മനസ്സിലാകെ ഒരു BEd എടുക്കണം, ടീച്ചർ ആവണം. എനിക്ക് ആകെ അറിയുന്ന ഒരു പ്രൊഫഷൻ അതാണ്, സന്തോഷമുള്ളതും അതാണ്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബാലു പറയുന്നത്, അങ്ങനെ നിങ്ങൾ ഈ കൺവെൻഷണൽ ജോബിനെ കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിക്കാതെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്. അപ്പൊ എനിക്ക് വ്യത്യസ്തമായിട്ട് സ്ത്രീകൾ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിയില്ല. നമ്മളെ നാട്ടിൻപുറത്താണെങ്കിലും നമ്മുടെ ചുറ്റുപാടിലാണെങ്കിലും മാക്സിമം ടീച്ചർ ആവാനുള്ള, അല്ലെങ്കിൽ നേഴ്സ്, ഇതല്ലാതെ വേറെ സ്ത്രീകളുടെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നാ പുള്ളിക്ക് എങ്ങനെ നിങ്ങൾ വ്യത്യസ്തമായി ചെയ്യണം എന്നല്ലാതെ ആൾക്ക് അത് ഗൈഡ് ചെയ്യാനും പറ്റുന്നില്ല, എന്താണ് വ്യത്യസ്തമായിട്ട്. അപ്പൊ ആള് പറയുന്നത് വെച്ചാൽ അന്ന് ഫിലിം മേഖലയിലൊക്കെ പാരലലായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സമാന്തര സിനിമാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊക്കെ ബാലു നടക്കുന്നുണ്ട്. ആള് പറഞ്ഞു ക്യാമറ വുമൺ ആയിക്കൂടെ. അപ്പൊ ക്യാമറ വുമൺ ആണെങ്കിൽ നമുക്ക് ഈ എക്യുപ്മെന്റ് പഠിക്കണമല്ലോ, അപ്പൊ അതിനെന്ത് ചെയ്യണം, ഇങ്ങനത്തെ കുറെ പ്രതിസന്ധികളുടെ ഇടയിലാണ്, ജീവിതമാണല്ലോ പ്രയോറിറ്റി. അപ്പൊ ഡിഗ്രി കഴിയുന്നു, രണ്ടുപേർക്കും ജോലിയില്ല, അങ്ങനെ ചെന്നൈയിൽ വരുന്നു. ചെന്നൈയിൽ വന്നിട്ട് നമ്മൾ ചെറിയ ജോലികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന കൂട്ടത്തില് അന്ന് അവിടെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനായിട്ട് എൻട്രൻസ് എഴുതാനായിട്ട് ഷാജി വർഗീസും, നമ്മുടെ സുഹൃത്തായ ഷാജി വർഗീസും സുവീരനും വരുന്നു. അപ്പൊ അവര് അവിടെ പഠിച്ച് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എഴുതാനാണ്. അപ്പൊ എൻ്റെ ഒരു ക്രൈസിസ് ഇങ്ങനെ കാണുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഡിഗ്രി പാസ്സായി ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ജീവിതം പ്രത്യേകിച്ച് ഒരു പർപ്പസ് ഒന്നും ഇല്ലാത്ത മാതിരി. ഞാനാണെന്ന് വെച്ചാൽ അന്ന് ആ ഒരു പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തീരെ വകതിരിവില്ലായികയല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ അത്രയും മനുഷ്യ ജീവിതങ്ങൾ കണ്ടിട്ടുള്ള, എൻ്റെ പ്രിഫറൻസുകൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല, അതറിയാനുള്ള സാഹചര്യം പിന്നെയും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇവര് പറഞ്ഞു, ജോലി ഒരു കാര്യം ചെയ്യ്, തിയേറ്റർ പഠിക്കാൻ ശ്രമിക്കുക എന്നാ. അങ്ങനെ സുവീരൻ ഈ കൂത്താട്ടുകുളത്ത് ഒരു ക്യാമ്പ്. അപ്പൊ ആ കാലത്ത് തന്നെ പെണ്ണെഴുത്തൊക്കെ ഭയങ്കര സ്ത്രീ വനിതാ വേദിയുടെ കാലത്ത് പെണ്ണെഴുത്തൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അതിന്റെ ഓർഗനൈസിങ് തലത്തിലൊക്കെ ഞാൻ അന്ന് നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് നാടകം, നാടകം മാത്രം, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് നാടകം പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ 10 ദിവസത്തെ ക്യാമ്പിന് പോകുന്നു. ആ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് പിന്നെ തോന്നുന്നത് നാടകം പഠിച്ചാൽ കൊള്ളാലോ, കാരണം ഇങ്ങനെ ഒരു മീഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതൊരു എക്സ്പ്രഷൻ ഉള്ള ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ നാടകം പഠിക്കാൻ നിൽക്കുന്ന NSD വരെ പോകുന്നു. 2nd റൗണ്ടിൽ ഔട്ട് ആവുന്നു, അത് കിട്ടില്ല. തിരിച്ചു വരുമ്പോഴേക്കും എന്താന്ന് വെച്ചാൽ നമ്മളെ ജോലിയൊക്കെ പോയി. അത് നമ്മളൊരു കടയെ നടത്തിയിരുന്നത്, അപ്പൊ അതൊക്കെ വിറ്റു. മാമന്റെ കടയായിരുന്നു, അത് മാമനെടുത്ത് വിറ്റു. പിന്നെ ബാലുവിന് അവരുടെ ബ്രദേഴ്സ് ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പിന്നെയും തൃശങ്കു സ്വർഗത്തിലായി. എന്റെ ഭാവി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതില്ല. അതിനിടയിൽ 3 കൊല്ലം കഴിഞ്ഞ് 4ാമത്തെ കൊല്ലത്തിൽ എത്തി ദാമ്പത്യം. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല ജീവിതത്തില്. അങ്ങനെ ഞാൻ തിരിച്ചു നാട്ടിൽ വരുമ്പോ
പോണ്ടിച്ചേരിയിൽ ഒരു 1.25 കൊല്ലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരുന്നത് ബാലുവിടെ വിസ റെഡി ആയിട്ടുണ്ട് ചെല്ലുമെന്ന് പറഞ്ഞിട്ടാണ്. 1.5 കൊല്ലമായിട്ട് ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഞാന് മറ്റേ ഒരു സർവീസാണ്. പിന്നെ അങ്ങനെ ഇവിടെ അമ്മയ്ക്ക് വയ്യാണ്ടായി ഞാനിവിടെ, അവിടെ അമ്മയ്ക്ക് വയ്യാണ്ടായി അവിടെ, അങ്ങനെ നമ്മൾ ഷട്ടിലടിച്ച് സാധാരണ ഏതൊരു വീട്ടില് മരുമകളുടെ അല്ലെങ്കിൽ കെട്ടിച്ചു വിട്ട ഒരു പെൺകുട്ടിയുടെ അതേ റോളിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. ഇതല്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു വീട്ടുകാരും നാട്ടുകാരും ഒന്നും ബുദ്ധിമുട്ടിക്കാതെ ഏതെങ്കിലും ജോർജിനെയും ജോസഫുട്ടിനെയും ഒക്കെ കെട്ടി ജീവിച്ചാ പോരെ. അപ്പൊ സ്വാഭാവികമായിട്ടും വരുമല്ലോ, കാരണം നമ്മള് അങ്ങനെയല്ലല്ലോ അതിനെ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രതിസന്ധി ഇങ്ങനെ നിൽക്കുന്ന കാലത്താണ് നാട്ടരങ്ങ് എന്ന് പറഞ്ഞൊരു സംഘടന ചേർപ്പില്. അവര് ഈ 10-25 വർഷമായിട്ടുള്ള ഒരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്. അവിടെ നാടകം, സിനിമ കാണിക്കല്, പുസ്തകം പബ്ലിഷ് ചെയ്യലൊക്കെ ആയിട്ടുള്ളത്. അന്നേരം ഡൽഹിയിൽ നിന്ന് പരിചയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, അന്ന് രാമേന്ദ്രൻ മൊകേരി മാഷൊക്കെ ഇത് നാടകം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ അവർ വിളിക്കുക, കാരണം ഞാൻ NSD വരെയൊക്കെ പോയതാണല്ലോ, താല്പര്യം ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് അന്ന് അതിനകത്ത് ആക്ട് ചെയ്യാൻ ഒരാളെ വേണം. പക്ഷെ അന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ എനിക്ക് ഈ വീടിന്റെ ഈ സാമ്പ്രദായികതയിൽ നിന്ന് വിട്ടുപോകാൻ ഒരു ഭയങ്കര പേടി. അവരോട് പ്രസന്റ് ചെയ്യാൻ വയ്യ, അച്ഛനോടായാലും അമ്മോടായാലും. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കല്യാണമൊക്കെ കഴിക്കുന്നത് വളരെ തുല്യ വ്യക്തികളാണ്, തുല്യ വ്യക്തിത്വത്തിലാണ് ജീവിക്കണമെന്ന് പറയുമ്പോഴും എന്റെ സ്പേസ് അവിടെ ബാലുവിന്റെ ഭാര്യയായിട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്ത് പോണത്. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് മരുമോളായി നിൽക്കേണ്ട ആൾ ഇവിടെ നിൽക്കണം, അതല്ലാതെ വേറെ വേഷം കെട്ട് പരിപാടി അവരങ്ങനെ തന്നെ കാണുന്നത്. നാടകത്തെ കാണുന്നത് അത് ഇന്നും അത് തന്നെയാണ് മനോഭാവം. ഞാനത് അവരുടെ ഒരു പ്രശ്നമായിട്ടല്ല കാണുന്നത്. നാടകം ഒരു അധകൃത കലാരൂപമാണ്. അത് വന്നത് ഏറ്റവും വോയിസ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതിന് അങ്ങനത്തെ ഒരു പ്രസക്തി ഉണ്ട്. അത് തെരുവിൽ നിന്നും വന്നതാണ്, തറയിൽ നിന്നും വന്നതാണ്. അപ്പൊ അതിന്റെ ഒരു സൊഫിസ്റ്റിക്കേഷൻ ഇല്ലായ്മ തന്നെ അതിനെ അങ്ങനെ ഒരു അധകൃത കല എന്നുള്ളൊരു രീതിയിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് നാടക കലാകാരന്മാരൊക്കെ വളരെ പ്രതിസന്ധിയിൽ തന്നെ ജീവിച്ചു പോകേണ്ടി വരുന്നത് ഇന്നും. നമ്മുടെ അക്കാദമിക്ക് പോലും അതിനകത്ത് പ്രൊമോട്ട് ചെയ്യാനൊന്നും ഇല്ലാതായി പോകുന്നതൊക്കെ അതിന്റെ തന്നെയാണ്. അപ്പൊ അവരും അങ്ങനെ തന്നെ ചിന്തിച്ചു, നാടകം കളിക്കാന്ന് പറഞ്ഞാൽ എന്തോ ഒന്നല്ലെങ്കിൽ തീരെ പാങ്ങില്ലാത്ത വീട്ടിൽ നിന്ന് പിള്ളേരാണ് അതിനൊക്കെ പോകേണ്ടത്, അല്ലെങ്കിൽ തീരെ ഉത്തരവാദിത്തം ഇല്ലാത്തവർക്ക് പറ്റിയൊരു കാര്യം എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ പിന്നെ അത് ബാലുവിനോട് ഞാൻ എഴുതി. 6 വർഷമായപ്പോഴേക്കും. അപ്പൊ കുട്ടി വേണ്ട, കുടുംബം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ജീവിതം തുടങ്ങിയിട്ട് സാംസ്കാരിക പ്രവർത്തകരാവാന്നുള്ളതാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ സാംസ്കാരിക വിപ്ലവം നടക്കും, നമ്മളേതുപോലെ 10-20 ആളൊക്കെ വിചാരിച്ചാല്. രാഷ്ട്രീയ വിപ്ലവത്തിനെല്ലാം അധികമായിട്ട് സാംസ്കാരിക വിപ്ലവമാണ് നടക്കേണ്ടതെന്നൊക്കെ എനിക്ക് ധാരണയുണ്ട്. അതിൽ ഞാൻ ഇന്നും അങ്ങനെ തന്നെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് നടക്കും. അപ്പൊ ഞാനൊക്കെ ഭയങ്കര ഒരു കോസിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങി തിരിച്ചവരാണല്ലോ. അല്ലാതെ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ചാളയും ചോറൊക്കെ വെച്ച് ചട്ടിയും കാലവും കഴുകിയിട്ട് അത് മോശമായിട്ടല്ല. അത് മാത്രമല്ലല്ലോ ഞാൻ ചെയ്യേണ്ടത്. ഞാനൊരു കോസിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയിട്ട് ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ള സത്വപ്രതിസന്ധി എനിക്കുണ്ട്. ഐഡന്റിറ്റി ക്രൈസിസ് ഭീകരമായിട്ടുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞോട് പറഞ്ഞു, ചേട്ടാ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. എനിക്ക് പഴയ സ്നേഹവും ബഹുമാനം എല്ലാം നിങ്ങളോടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് നിങ്ങൾ ഇത്രയും ദൂരെ കിടന്ന് കുട്ടിയും വേണ്ട കുടുംബം വേണ്ട എന്ന് തീരുമാനിച്ച് നിങ്ങൾ എന്തിനാണ് ഇത്രയും മൈലകലെ കിടന്ന് എനിക്കൊരു ജീവിതം ഓഫർ ചെയ്യണേന്ന്. നിങ്ങൾക്ക് ഇവിടെ വന്നൂടെ, നമുക്ക് ഒന്നിച്ച് നിന്നൂടെ, ഒന്നിച്ച് വർക്ക് ചെയ്തൂടെ. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ വീണ്ടും നാടകം പഠിക്കാൻ പോവാണ്. ഞാൻ BTAക്ക് ചേരുകയാണ്. നാട്ടരങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ വർക്ക് ചെയ്യും. ഞാൻ ഇനി ഒരു വീട്ടിലും നിൽക്കില്ല, എൻ്റെ വീട്ടിലും നിൽക്കില്ല, നിങ്ങളുടെ വീട്ടിലും നിൽക്കില്ല. BTAക്ക് ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഇവിടെ നിൽക്കാം, ഡ്രാമ സ്കൂളിലെ ഹോസ്റ്റലിൽ നിൽക്കാം. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു ചിലപ്പോൾ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ. കാരണം ബാലുവിനെ സംബന്ധിച്ച് ബാലു ഡിപ്പെൻഡന്റ് ആണ് ചേട്ടന്മാരോടൊക്കെ. അത് ആൾക്ക് എന്തോ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരു റീസണും ഇല്ലാതെയാണ് പെട്ടെന്ന് ആളെ വിസ പോലും അടിക്കാത്ത സമയത്ത് 1 മാസത്തെ BSF വിസ എടുത്തിട്ട് തന്നെ കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, തൽക്കാലം 1 മാസം വന്ന് നിന്ന് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിലില്ല. ഞാൻ ഇപ്പോഴും അതേ ബഹുമാനവും സ്നേഹമൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ എന്നാണ് തിരിച്ചു വരുന്നത് അന്ന് അതേ റെസ്പെക്റ്റും സ്നേഹം നിങ്ങൾക്ക് എന്നോടും ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് പോവാം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ 10 സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 10 പേരെ കൂടി വനിതാ സഹകരണ സംഘമൊക്കെ രൂപീകരിക്കുന്നു, സ്ക്രീൻ പ്രിന്റിങ് പഠിക്കുന്നു. അങ്ങനെ ഈ മാർക്കറ്റിൽ വെച്ച് ചെയ്യാനുള്ളതൊന്നും എനിക്കില്ല. അങ്ങനെ നാടകത്തിൽ എൻ്റർ ചെയ്യുന്നു, മൊകേരി മാഷെ കാണുന്നു, NG ഉണ്ണികൃഷ്ണൻ മാഷെ കാണുന്നു, സാമ്പട്ടങ്കരി. അവിടെ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യസ്ത രാഷ്ട്രീയ ധാരയിലുള്ള മനുഷ്യര്. അന്ന് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, എനിക്കതൊന്നും അറിയില്ല, അതൊക്കെ ഭയങ്കര ഇങ്ങനെ UG സംഘടനകളാണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ഡേ ടു ഡേ ഹാപ്പനിങ്സ്, പൊളിറ്റിക്കൽ ഹാപ്പനിങ്സ് ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു സ്ത്രീ തന്നെയാണ് ഞാൻ.
നമുക്ക് എന്തോ ഒരു ഭയങ്കര ഐഡിയൽ ആയിട്ടുള്ള ഒരു ലോകത്തെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. അതിനകത്ത് ഈ രാഷ്ട്രീയ വടംവലികൾ എന്താണ്, ഇതിന്റെ റൈവൽറി എന്താണ്, ആരാണ് ഏറ്റവും തീവ്രമായ വിപ്ലവം മുന്നോട്ട് വെക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു ധാരണയില്ലാത്ത ഒരാൾ തന്നെയായിരുന്നു ഞാൻ. അപ്പൊ അത്തരത്തിലുള്ള മനുഷ്യരൊക്കെ അവിടെ വന്നു പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ അന്ന് നമുക്ക് ഇവരെ കുറിച്ച് ആരും അറിയില്ല. എം.എൻ. രാവണി വരുന്നു ആണോ, ഓക്കെ. എന്നെ സംബന്ധിച്ച് ഏതോ സുഭാഷും രമേശൊക്കെ വന്നു പോകുന്നത് പോലെയുള്ളൂ. കണ്ണുള്ളി മുരളി വരുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൊള്ളാവുന്ന ഏർപ്പാടാണ്. നാടകത്തെ കുറിച്ചുള്ള ഡിസ്കഷൻസ് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നാടകം അങ്ങനെ വെറുതെ കളിച്ചു പോകേണ്ട ഒരു സാധനമല്ല. ഇതിന് ഇത്രയും ഡയമെൻഷൻസ് ഉണ്ട്, ഇത് ഇത്രയും കാര്യങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ്. അതിൽ ക്ലാരിറ്റി ഒന്നുമില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇതാണ് എൻ്റെ തട്ടകം. അവിടെ നിന്ന് പക്ഷെ എൻ്റെ ജീവിതത്തിന്റെ ട്വിസ്റ്റായി. കാരണം ഞാൻ പിന്നെ ഗ്രാമീണ നാടകവേദി എന്നൊക്കെ പറഞ്ഞ് മൊബൈൽ തിയേറ്റർ ഉണ്ടാക്കുന്നു, ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി നാടകം കളിക്കുന്നു. പക്ഷെ അത് വീട്ടിൽ ഭയങ്കര പ്രശ്നം, ബാലുവിൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാകുന്നു. അവിടെ നിന്ന് അവർ ഭയങ്കര പ്രഷർ ഉണ്ടാക്കി, എന്നെ ചേച്ചിയുടെ വീട്ടിൽ നിർത്തരുത്, അവരെ വീട്ടിൽ നിർത്തരുത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിലും പ്രശ്നം തന്നെയാണ്. അവർ എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ നീ പോകണം എന്നുള്ളത്. അപ്പം ഞാൻ പിന്നെ തീരുമാനിച്ചില്ല. 6 വർഷമൊക്കെ ഒരു ജീവിതത്തിൽ വെറുതെ ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ നടക്കില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയാണ് ഞാൻ തിയേറ്റർ പഠിക്കാൻ പോകുന്നത്. പക്ഷെ ഇവിടെ വന്നു, 1 മാസത്തെ വിസയിൽ വന്നു. കാരണം അപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി ബാലുവിനോടൊത്തുള്ള ജീവിതം. എനിക്ക് മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ അതാത് സാഹചര്യങ്ങളുടെ ബൈ പ്രോഡക്റ്റുകളാണ്. അല്ലാതെ എനിക്കത് തന്നെ നിർബന്ധമുള്ള ഒരു കാര്യമല്ല. അത് കാണുമ്പോൾ അതിനകത്ത് എന്തോ ഉണ്ടല്ലോ, അത് ചെയ്യണമല്ലോ എന്ന ആഗ്രഹം വരുന്നുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി ബാലുവിൻ്റെ ഒത്തുള്ള ജീവിതം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇവിടെ വരുന്നത് 1 മാസം നിൽക്കാനാണ്. പക്ഷെ വരുന്നു, കാര്യങ്ങൾ മാറുന്നു, ഗർഭിണിയാവുന്നു, പിന്നെ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നു. അത് കളയാം പല ഇങ്ങനെ ഒരു ഇതുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരി ഓൺ ചെയ്യാം, അതർവൈസ് ടെർമിനേറ്റ് ചെയ്യാം. പക്ഷെ അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞാനത് പറഞ്ഞത് പറ്റില്ല. ഓൾറെഡി ഒരു അബോർഷനൊക്കെ കഴിഞ്ഞ ഒരാളാ, ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ വിവാഹം കിട്ടി. അപ്പൊ ഇത് നിരന്തരം അത് എൻ്റെ ശരീരത്തിൽ, അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുട്ടികൾ വേണം എന്നുള്ള ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് പറ്റില്ല എന്ന് തന്നെ തീരുമാനിക്കുന്നു. അപ്പൊ അതുവരെ ഞാൻ കൊണ്ടുവന്ന വനിതാ സഹകരണ സംഘവും നാടക പഠനവും അതെല്ലാം ഗീവ് അപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഇവിടെ നിൽക്കണം, എങ്ങനെയാണെങ്കിലും എന്നെ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. പിന്നെ 16 വർഷം ഇവിടെ നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല. എല്ലാ ആർട്ട് ഫോമും 10 ദിവസത്തെ 5 ദിവസത്തെയൊക്കെ കോഴ്സുകൾ, ക്രാഷ് കോഴ്സുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നാടകം പഠിപ്പിച്ചുകൂടാ? കാരണം നമ്മുടെ ഉള്ളിൽ ഈ സാധനം ഉണ്ടല്ലോ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ മുരളിയേട്ടൻ വരുന്നു, നടൻ മുരളി, ഭരത് മുരളി, ഞങ്ങൾക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പൊ പുള്ളിയോട് ഞാനത് വെറുതെ കാഷ്വൽ ആയിട്ടൊന്ന് പ്രസന്റ് ചെയ്തതാ. ആള് പറയുന്നത് ഞങ്ങളോട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഫിലിം ഫെസ്റ്റിവലൊക്കെ സംഘടിപ്പിച്ചുകൂടാ? അപ്പൊ ഞാൻ പറഞ്ഞല്ല മുരളിയേട്ടാ, കുട്ടികൾക്ക് ഒരു ക്യാമ്പ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ വരുമെന്ന് ചോദിക്കുന്നു. ആള് പറഞ്ഞു ആ വരാലോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഓർഗനൈസേഷനൊക്കെ ഉണ്ട്, അത് നമ്മൾ വിളിക്കുകയാണെങ്കിൽ വരണം. അപ്പൊ വെക്കേഷൻ ടൈമിൽ നമ്മളത് അനൗൺസ് ചെയ്യുന്നു. അതിന് കുറേ കടമ്പകൾ ഉണ്ടായിരുന്നു. കാരണം അത് അത്ര ഈസി ആയിരുന്നില്ല. ഒന്നിവിടെ നാടകം നിരോധിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു, എനിക്കത് അറിയില്ലായിരുന്നു. നമ്മൾ ഇയാളോട് ഇത് പറയുകയും ചെയ്തു. പുള്ളി പറഞ്ഞ 1 മാസം മുന്നേ അറിയിക്കണം. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇതൊക്കെ റിജക്ഷനാ. അന്ന് നമുക്ക് ക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്, അന്ന് പ്രേരണ എന്ന് പറഞ്ഞ സംഘടനയല്ല, അനൂപൊക്കെ ഉണ്ട് അതില്. അതിനകത്ത് ഇത് വയ്ക്കുമ്പോഴും എനിക്ക് അന്ന് അത് വലിയൊരു, ഞാൻ വെച്ച ഒരു പ്രൊപ്പോസൽ വലിയ രീതിയിലൊന്നും സ്വീകരിക്കപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു അനൂപ്, അതുപോലെ വേറെ 1-2 ഷാനവാസ്, അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് അതിനോടൊരു സപ്പോർട്ടിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അതിനകത്തെ കുറച്ചും കൂടിയും ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ആളുകളൊക്കെ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, ഭയങ്കര എക്സ്ക്യൂസസ്, അത് രജിസ്ട്രേഷൻ ഇല്ല, അതില്ല, അതൊന്നും അത്ര എളുപ്പമല്ല എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് അന്ന് തോന്നിയതെന്ന് വെച്ചാൽ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട്, അതായത് ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കുമല്ലോ അവരത് എന്നോട് അങ്ങനെ പറഞ്ഞത്. നേരെ മറിച്ച് ഞാൻ നാടകം പഠിച്ചു വന്നിരുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവരത് എന്നോട് അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഇൽ ഫീലിംഗ് എനിക്ക് നന്നായിട്ടുണ്ടായി. അപ്പൊ ഞങ്ങള് പിന്നെ അനൂപ് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അപ്പൊ ഈ സോബി സൂര്യഗ്രാമം എന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ നിന്ന് പോയിട്ട് അറിയാം, കേട്ടോണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പൊ അനൂപ് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്. അത് ലേറ്റർ ഓൺ സ്റ്റേജിലാണ് വരുന്നത്. ആദ്യത്തെ ഈ കടമ്പ ഇത് ഓർഗനൈസ് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ സ്കൂളൊക്കെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു അയ്യോ ആൺകുട്ടികളും പെൺകുട്ടികളും നാടകം അത് നടക്കില്ല. അപ്പൊ ഏതോ ഒരു കാലത്ത് ശവന്തീനി ഉറുമ്പുകളുടെ പ്രശ്നത്തിൽ ജയിലിലാവുകയും, അതൊക്കെ 83, 84 കാലഘട്ടത്തിൽ നടന്നതാ. ആളുകൾ കുറെ കാലം ജയിലിൽ കിടന്നു. അന്ന് കേരള ഗവൺമെന്റ് ഇടപെട്ടിട്ടാണ് അവരെ ഡിപ്പോർട്ട് ചെയ്യുക ചെയ്തത്, അല്ലേ?
അതന്നെ അപ്പോഴൊക്കെ. അപ്പൊ അതൊന്നും എനിക്ക് അറിയില്ല. അവസാനം നമ്മൾ ഷാർജ നാഷണൽ തിയേറ്ററിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അവിടുത്തെ കൾച്ചറൽ മിനിസ്ട്രിയിലെ ആളായിട്ട് കണ്ട് സംസാരിച്ച് അവരാണ് അപ്രൂവൽ തരുന്നത്. അപ്പൊ പ്രതിസന്ധി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. സംഘടന രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഓൺ ബിഹാഫ് ഓഫ് ഇന്ത്യൻ അസോസിയേഷനിൽ പോകുക. കാരണം പ്രായോഗികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഒരുപാട് വിമർശനം കേട്ടു. ഞാൻ ജനാധിപത്യപരമായിട്ടല്ല ഇടപെടുന്നത്. പിന്നെ അവരതിനെ കാണുന്നത് എനിക്കറിഞ്ഞൂടാ. ഇവിടെ എന്തോ UG സംഘടന ഉണ്ടാക്കാനല്ലല്ലോ നമ്മൾ വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു കൾച്ചറൽ പ്ലാറ്റ്ഫോമാണ്, എന്തെങ്കിലും വയബിൾ ആക്കാന്നുള്ളതാണ്. പക്ഷെ ഇവരതിനെ കാണുന്നത് ഒരു നിയമസഭയുടെ ഉള്ളിൽ നമ്മൾ കൊണ്ട് തല വെച്ചു. ഓൾറെഡി തന്നെ നമ്മൾ എന്തോ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ഇങ്ങനെ രാഷ്ട്രീയ യോജിപ്പുള്ള തമ്മിൽ കൈ കോർത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് അതിനെ കാണുന്നത്. അങ്ങനത്തെ ഒക്കെ കുറെ ക്രിറ്റിസിസം ഉണ്ടാവുന്നു. ഫൈനലി നമ്മൾ നടത്തി ഭംഗിയായിട്ട്. എനിക്ക് തോന്നുന്നത് ഷാർജയിൽ തന്നെ 25 വർഷത്തിനകത്ത് അത്രയും വലിയൊരു ഈവന്റ് ഹിസ്റ്ററി ഉണ്ടെന്നാണ് അന്ന് എന്നോട് ഇന്റർവ്യൂ ചെയ്ത ആളുകൾ പറഞ്ഞത്. ഇത് ഒരു ഗോൾഡൻ തങ്കലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു ഹിസ്റ്റോറിക്കൽ സാധനമാണെന്നാ പറഞ്ഞത്. അപ്പൊ അതാണ് ഒരു നാടകത്തിനോട് പിന്നെ നമ്മൾ അതിനുശേഷമാണ് നമ്മൾ 140 റോഡ് ഒക്കെ ചെയ്യുന്നത്. അത് അപ്പോഴേക്കും ക്വസ്റ്റ് മാറി നമ്മൾ പ്രേരണ എന്നുള്ള ഗ്രൂപ്പായി. നമ്മൾ ഇതിനിടയിൽ കുറെ ഇവന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫിലിം വർക്ക്ഷോപ്പ് വെക്കുന്നുണ്ട്, ഫിലിം ഫെസ്റ്റിവൽ വെക്കുന്നുണ്ട്. അവസാനം ഞാൻ പോണ കൊല്ലാണ് തിയേറ്റർ ഫെസ്റ്റിവൽ അനൗൺസ് ചെയ്യുന്നത്. 3 പ്ലേ ആണ് ചെയ്യുന്നത്. അന്ന് ഞങ്ങളുടെ പ്ലേ ആണ് ഈ 140 റോഡ് നമ്മൾ ചെയ്തത്. അതായിരുന്നു എൻ്റെ പോകുന്ന ലാസ്റ്റ് സമയത്ത്. 2010 ആണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഉടനെ അടുത്ത മാസം ഞാൻ പോവാണ് പ്ലേ കഴിഞ്ഞിട്ട്. അപ്പോ നാടകമായിട്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് അതിനുശേഷം എനിക്ക് തോന്നുന്ന ഒരു പുഷ്കല കാലം എന്ന് പറയും.